അപ്പൊ നിരവധി പുരോഹിതന്മാരും തത്തുല്യമായ കോടിക്കണക്കിന് സ്ഥാപന ജംഗമ വസ്തുക്കളാ പള്ളിക്കകത്ത്. യെരൂശലേം പള്ളി എല്ലാം പൊന്നുകൊണ്ട് തങ്കം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതും പൊതിയപ്പെട്ടതുമല്ലയോ. ഇതെല്ലാം വിട്ടേച്ചായി ഇവരെ ഇറങ്ങിയത്. ഇറങ്ങി വരുന്ന നസ്രായന്റെ പുറകെ ഒന്നുമില്ല, കയറി കിടക്കാൻ ഇടമില്ല, തലചായ്ക്കാൻ തലമില്ല, കരം കൊടുക്കാൻ കാശില്ല, യാത്ര ചെയ്യാൻ വണ്ടിയില്ല. മുഴുവൻ നാടൻ ഭാഷ പറഞ്ഞാൽ പരുവക്കേടാ. ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് വിശന്ന് കൂടെ കുത്തിയാ പോകുന്നത്. അതുകൊണ്ടല്ലേ അത്തിയാ നോക്കിയത്. അതിങ്ങനെ തളർത്ത് നിൽക്കുന്നതല്ലാതെ ശിഷ്യന്മാരാന്നെ ഒരിക്കൽ ആരാണ്ടര വയലിലിറങ്ങി കതിര് പറിച്ച് തിരുമ്മി തിന്നു വിശന്നിട്ട്. എനിക്കൊന്ന് വിശന്നതിൻ്റെ കാഠിന്യം കൊണ്ടായിരിക്കും കൈ കഴുകാതെ ചാപ്പാട് കഴിച്ചത് ഇമോൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ. നമ്മുടെ ആൾക്കാരും അങ്ങനെ. കല്യാണത്തിന് തന്നെ കല്യാണം കഴിഞ്ഞ് ഊണ് കഴിഞ്ഞ വെള്ളം എവിടാന്ന്, അപ്പം കൈ കഴുകാതല്ലേ ഇരുന്നേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കഴിച്ച വെള്ളം എവിടാ?